ഹായ് ഫ്രണ്ട്സ്, മലയാളി മെഡിക്കോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് യൂണിവേഴ്സിറ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് അനസ്റ്റമോസിസ് അറൗണ്ട് എൽബോ ജോയിൻറ്റ്. ആദ്യം തന്നെ എന്തിനാണ് അനസ്റ്റമോസിസ് എന്ന് പറയാം. ഫോർ സപ്ലൈയിങ് ദ ബോൺസ് ആൻഡ് ലിഗമെൻറ്റ്സ്. അത് മാത്രമല്ല, എൽബോ ജോയിൻറ്റിൻ്റെ സറൗണ്ടിങ് ഫുള്ളായിട്ട് ഒരു അൺഇൻറ്ററപ്റ്റഡ് സപ്ലൈ വേണം. അതിന് നമുക്ക് ഈ അനസ്റ്റമോസിസ് വേണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ആർട്ടറീസും അതിൻ്റെ ബ്രാഞ്ചസും നോക്കാം. ബ്രാഞ്ചസ് ഓഫ് ദ ബ്രേക്കിയൽ ആർട്ടറി നിങ്ങൾക്ക് അറിയാവുന്ന ടോപ്പിക്കാണ്. ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്രാഞ്ചസ്? ആക്സിലറി ആർട്ടറി വിൽ ബി കണ്ടിന്യൂയിങ് ആസ് ദ ബ്രേക്കിയൽ ആർട്ടറി ബിലോ ദ ലോവർ ബോർഡർ ഓഫ് ദ ടീരീസ് മേജർ. സോ ആക്സിലറി ആർട്ടറി കണ്ടിന്യൂ ചെയ്യുന്നു ബ്രേക്കിയൽ ആർട്ടറി ആയിട്ട്. ഫസ്റ്റ് ബ്രാഞ്ച് ചെയ്ത് കൊടുക്കുന്നു പ്രൊഫൻഡ ബ്രാക്കി. ഇറ്റ് ഈസ് എ ഇമ്പോർട്ടൻറ്റ് ബ്രാഞ്ച്. അത് കഴിഞ്ഞിട്ട് സുപ്പീരിയർ അൾനാർ കൊളാട്രൽ, ഇൻഫീരിയർ അൾനാർ കൊളാട്രൽ, ഫൈനലി terminating branches ആയിട്ടുള്ള റേഡിയൽ ആർട്ടറി ടുവേർഡ്സ് ദ റേഡിയസ് ആൻഡ് അൾനാർ ആർട്ടറി ടുവേർഡ്സ് ദ അൾന. ഈ പ്രൊഫൻഡ ബ്രേക്കി ആർട്ടറി ഈസ് ദ ഇമ്പോർട്ടൻറ്റ് ബ്രാഞ്ച് ഓഫ് ദ ബ്രേക്കിയൽ ആർട്ടറി. ഇറ്റ് ഈസ് ഡിവൈഡഡ് അഗെയിൻ ഇൻറ്റു ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ ഡിസെൻഡിങ് ബ്രാഞ്ചസ്. ഇതിൽ ആൻറ്റീരിയർ ഡിസെൻഡിങ് ബ്രാഞ്ചസിനെ നമ്മൾ റേഡിയൽ കൊളാട്രൽ ആർട്ടറി എന്നും പോസ്റ്റീരിയർ ഡിസെൻഡിങ് ബ്രാഞ്ചസിനെ നമ്മൾ മിഡിൽ കൊളാട്രൽ ആർട്ടറി എന്നും പറയുന്നു. സോ നെക്സ്റ്റ് ബ്രാഞ്ചസ് ഓഫ് ദ പ്രൊഫൻഡ ബ്രേക്കി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ആൻറ്റീരിയർ ഡിസെൻഡിങ് ഓർ ദ റേഡിയൽ കൊളാട്രൽ, പോസ്റ്റീരിയർ ഡിസെൻഡിങ് ഓർ ദ മിഡിൽ കൊളാട്രൽ. ഇനി ബാക്ക് ടു ദ ടോപ്പിക് അനസ്റ്റമോസിസ് അറൗണ്ട് ദ എൽബോ ജോയിൻറ്റ്. ഏതൊക്കെ ബ്രാഞ്ചസ് തമ്മിലാണുള്ളത് നോക്കാം. ബ്രേക്കിയൽ ആർട്ടറിയുടെ ബ്രാഞ്ചസ്, റേഡിയൽ ആർട്ടറിയുടെ ബ്രാഞ്ചസ്, അൾനാർ ആർട്ടറിയുടെ ബ്രാഞ്ചസ്, പ്രൊഫൻഡ ബ്രേക്കിയുടെ ബ്രാഞ്ചസും വരുന്നുണ്ട്. സോ ബ്രാഞ്ചസ് ഫ്രം ദ ബ്രേക്കിയൽ ആർട്ടറി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അൾനാർ ആൻഡ് റേഡിയൽ ആർട്ടറീസ് എന്ന് റീക്കറൻറ്റ് ആർട്ടറീസ് വരുന്നുണ്ട്. അതുപോലെ ഒരു പോസ്റ്റീരിയർ ഇൻട്രോഷ്യസ് റീക്കറൻറ്റ് ആർട്ടറി എന്നൊരു ആർട്ടറിയും കൂടി ഉണ്ട്. നമുക്കത് ഡിസ്കസ് ചെയ്യാം. സോ ഇമേജ് നോക്കുമ്പോൾ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ഇമേജാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു ഇമേജ് യൂസ് ചെയ്ത് പഠിക്കാം. അത് മാത്രമല്ല, ഇതെങ്ങനെ വരയ്ക്കണം എന്നും കൂടെ നമുക്ക് ആ ഒരു ഫിഗർ വഴി മനസ്സിലാവും. സോ ഇവിടെ നമുക്ക് കാണാം നമ്മുടെ ബ്രേക്കിയൽ ആർട്ടറി വരുന്നു. രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, റേഡിയൽ ആർട്ടറിയും അൾനാർ ആർട്ടറിയും. ഇനി പ്രൊഫൻഡ ബ്രേക്കിയ ആർട്ടറി അതും ഡിവൈഡ് ചെയ്തിട്ട് ആൻറ്റീരിയർ ഡിസെൻഡിങ്ങും പോസ്റ്റീരിയർ ഡിസെൻഡിങ് ആയിട്ടും ഡിവൈഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ സുപ്പീരിയർ അൾനാർ കൊളാട്രൽ ആർട്ടറിയും ഇൻഫീരിയർ അൾനാർ കൊളാട്രൽ ആർട്ടറിയും നമുക്ക് കാണാം. ഇനി നമുക്ക് അനസ്റ്റമോസിസ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. സോ ആദ്യം തന്നെ അൾനാർ ആർട്ടറിയിൽ നിന്ന് രണ്ട് ബ്രാഞ്ചസ് വരുന്നു. ഫസ്റ്റ് ഒരു ആൻറ്റീരിയർ റിക്കറൻറ്റ് ആർട്ടറി, പിന്നെ ഒരു പോസ്റ്റീരിയർ റിക്കറൻറ്റ് ആർട്ടറി. നമ്മുടെ നോർമലുള്ള ആർട്ടറിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡയറക്ഷനിലായിരിക്കും റിക്കറൻറ്റ് ആർട്ടറി കാണപ്പെടുന്നത്. സോ നമുക്കിവിടെ രണ്ട് റിക്കറൻറ്റ് ആർട്ടറി ഫോം ചെയ്തു. ഫസ്റ്റ് ആൻറ്റീരിയർ ആയിട്ട് ആൻറ്റീരിയർ അൾനാർ റിക്കറൻറ്റ് ആർട്ടറി, അത് ഏതുമായിട്ടാണ് അനസ്റ്റമോസ് ചെയ്യുന്നത്? ഇൻഫീരിയർ അൾനാർ കൊളാട്രലും ആയിട്ട്. അതുപോലെ പോസ്റ്റീരിയർ അൾനാർ റിക്കറൻറ്റ് ആർട്ടറി സുപ്പീരിയർ അൾനാർ കൊളാട്രലും ആയിട്ട് അനസ്റ്റമോസ് ചെയ്യുന്നു. ഇനി റേഡിയൽ ആർട്ടറിയുടെ റിക്കറൻറ്റ് ബ്രാഞ്ച് അത് ഏതാണ്? റേഡിയൽ റിക്കറൻറ്റ് ബ്രാഞ്ച്. അതെവിടെയാണ് ഫോം ചെയ്യുന്നത്? ഇവിടെയാണ് ഫോം ചെയ്യുന്നത്. ഇനി അൾനാർ ആർട്ടറിക്ക് ഒരു ബ്രാഞ്ച് കൂടെ വരുന്നുണ്ട്, ഒരു ഇൻട്രോഷ്യസ് ബ്രാഞ്ച്. ആ ഇൻട്രോഷ്യസ് ബ്രാഞ്ച് വീണ്ടും ഡിവൈഡ് ചെയ്യുന്നു ടു ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ. ഇനി ഈ പോസ്റ്റീരിയർ ഇൻട്രോഷ്യസ് ബ്രാഞ്ചിൽ നിന്നും വീണ്ടും ഒരു റിക്കറൻറ്റ് ആർട്ടറി വരുന്നുണ്ട്. ആൻഡ് ഇറ്റ് വിൽ ഗെറ്റ് അനസ്റ്റമോസ് വിത്ത് ദ മിഡിൽ കൊളാട്രൽ ആർട്ടറി. ഇനി നമുക്കിതൊന്ന് ലേബൽ ചെയ്ത് നോക്കാം. സോ ആദ്യം തന്നെ അൾനാർ ആർട്ടറിയുടെ ആൻറ്റീരിയർ റിക്കറൻറ്റ് അൾനാർ ആർട്ടറി. അതുപോലെ ഇവിടെ ഒരു ആർട്ടറി ഉണ്ട്, പോസ്റ്റീരിയർ റിക്കറൻറ്റ് അൾനാർ ആർട്ടറി. ഇത് ഇൻട്രോഷ്യസ് ആർട്ടറി. അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ആൻറ്റീരിയറും പോസ്റ്റീരിയറും. ഇനി പോസ്റ്റീരിയറിൽ നിന്ന് ഇവിടെ ഫോം ചെയ്യുന്നതാണ് ഇൻട്രോഷ്യസ് റീക്കറൻറ്റ് ആർട്ടറി. അതുപോലെ ഇവിടെ റേഡിയൽ ആർട്ടറിയിൽ നിന്ന് ഒരു ഡയറക്റ്റ് റിക്കറൻറ്റ് ബ്രാഞ്ച് വരുന്നുണ്ട്. ഇതായിരുന്നു അത്, റേഡിയൽ റിക്കറൻറ്റ് ആർട്ടറി. സോ ഇത്രയാണ് നമ്മുടെ അനസ്റ്റമോസിസ് അറൗണ്ട് എൽബോ ജോയിൻറ്റിൽ വരുന്നത്. ഇനി നമുക്ക് മെയിനായിട്ടുള്ള ആ സൈറ്റ്സ് ഒന്ന് മാർക്ക് ചെയ്യാം. സോ ഫസ്റ്റ് സൈറ്റ് വരുന്നത് ഇവിടെ ഒരു സൈറ്റ് ഉണ്ട്, ഇവിടെ ഒരു സൈറ്റ് ഉണ്ട്, ഇവിടെ ഒരു സൈറ്റ് ഉണ്ട്, ഇവിടെ ഒരു സൈറ്റ് ഉണ്ട്. നമ്മളിത് പറയുന്നത് എബോ ആൻഡ് ബിഹൈൻഡ് ദ മീഡിയൽ എപ്പിക്കോണ്ടൈൽ, അതുപോലെ എബോ ആൻഡ് ബിഹൈൻഡ് ദ ലാറ്ററൽ എപ്പിക്കോണ്ടൈൽ എന്നാണ് നമ്മൾ പറയുന്നത്. സോ റേഡിയസ് വരുന്നത് എവിടെയാണ്? ലാറ്ററൽ. സോ ഇവിടെയുള്ളത് ലാറ്ററൽ എപ്പിക്കോണ്ടൈൽ. ഈ അൾനയുടെ സൈഡിൽ വരുന്നത് ഏതാണ്? മീഡിയൽ എപ്പിക്കോണ്ടൈൽ.
സോ എബവ് ദ മീഡിയൽ എപ്പിക്കോണ്ടൈൽ അനസ്റ്റമോസിസ് ഏതൊക്കെയാണ് വരുന്നത്? ഇൻഫീരിയർ അൾനാർ കൊളാട്രലും ആൻറ്റീരിയർ റിക്കറൻറ്റ് അൾനാർ ആർട്ടറി. അതുപോലെ ബിഹൈൻഡ് ദ മീഡിയൽ എപ്പിക്കോണ്ടൈൽ ഏതൊക്കെയാണ് വരിക? സുപ്പീരിയർ അൾനാർ കൊളാട്രലും പോസ്റ്റീരിയർ റീക്കറൻറ്റ് അൾനാർ ആർട്ടറി. അതുപോലെ ലാറ്ററൽ എപ്പിക്കോണ്ടൈലിന് എബോവ് ആയിട്ട് റേഡിയൽ റീക്കറൻറ്റ് ആർട്ടറിയും റേഡിയൽ കൊളാട്രൽ ആർട്ടറിയും. അതുപോലെ ബിഹൈൻഡ് ദ ലാറ്ററൽ എപ്പിക്കോണ്ടൈലിൽ ഏതൊക്കെയാണ് വരിക? മിഡിൽ കൊളാട്രലും അതുപോലെ ഇൻഫീരിയർ റീക്കറൻറ്റ് ആർട്ടറിയാണ് വരുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് കാണാനായിട്ട് മലയാളി മെഡിക്കോസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പറ്റുവാണെങ്കിൽ നോട്ടിഫിക്കേഷൻസ് കൂടി ഓണാക്കിയിടുക. താങ്ക് യു.